ഞാനൊരു കമന്റ് ഇവിടെ കാണിക്കാം. നിന്റെ വീഡിയോയുടെ നിലവിലെ അവസ്ഥ താഴെ കൊടുക്കുന്നു. ആഹാ, കൊടുത്തോ. റിനോഷിനെ മാക്സിമം ഡീഗ്രേഡിംഗ്, മാരാരെ പൊക്കൽ. സംശയമുള്ള ആളുകൾ ഇവന്റെ ചാനൽ പോയി വ്യൂ ആക്കി നോക്കുക. എന്നിട്ട് 1/1 വീഡിയോ ഒന്ന് അനലൈസ് ചെയ്യുക, കാര്യം മനസ്സിലാവും. അതിപ്പോൾ പ്രേക്ഷകർക്ക് ഇനി പഴയ വീഡിയോകളൊക്കെ പോയി കണ്ട് തെരഞ്ഞു പിടിച്ച് നോക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഏറ്റവും കൂടുതൽ വീഡിയോകൾ അഖിൽ മാരാറിനെ കുറിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, സീസൺ 5 ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് അഖിൽ മാരാർ. നോക്കുകുത്തിയെ പോലെ നിൽക്കാറില്ല എന്നർത്ഥം. അതായത് റിനോഷിനെ എന്തെടുത്ത് വെച്ചാണ് പൊക്കേണ്ടത്? റിനോഷ് അടപ്പ് തുറന്ന് വെള്ളം കുടിക്കുന്നു, റിനോഷ് നടന്നു പോകുന്നു, റിനോഷ് യോ പറയുന്നു, റിനോഷ് പീസ് പറയുന്നു. ഇതാണോ പൊക്കേണ്ടത്? റിനോഷിനെ കുറിച്ച് നല്ല വീഡിയോകളൊക്കെ തുടക്കത്തിൽ ചെയ്തിരുന്നു. കാരണം ഒരു കിടിലൻ കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ബോംബ് ഡയലോഗൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ട് ഞാൻ എയിം ചെയ്യും, കറക്റ്റ് സമയത്തിന് ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ സീരിയസ്ലി ഞാനും വിചാരിച്ചു ഒരു കിടിലൻ പ്ലെയർ ആണെന്ന്. അതൊക്കെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് തുടക്കത്തിൽ, കുറേ മുമ്പാണ്. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ച എന്ന് നോക്കിയാൽ റിനോഷിൻ്റെ കണ്ടന്റ് ഒരുപാട് കാണാൻ പറ്റത്തില്ല. ആദ്യത്തെ ഒരു 1-2 ആഴ്ച ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കണ്ടന്റുകളും ഉണ്ടായിരുന്നു. അയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒക്കെ നമ്മളത് വലിയൊരു ഗെയിം ആണെന്ന് പറഞ്ഞ് നമ്മൾ വലിയൊരു സംഭവമായിട്ടൊക്കെ കണ്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയൊന്നുമില്ല എന്ന്. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്, ഒള്ളി ഡയലോഗ് അടി. എവിടെ എപ്പോൾ എങ്ങനെ എയിം ചെയ്യണമെന്നും ഷൂട്ട് ചെയ്യണമെന്നും ഒക്കെ എനിക്കറിയാം. അദ്ദേഹം എപ്പോഴും അടിച്ചൊരു ഡയലോഗാണ്. പക്ഷേ ഇന്ന് വരെ അദ്ദേഹം വെടിവെച്ചിട്ടില്ല. എയിം ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ 100 പേര് വന്ന് വെടിവെച്ച് പലരെ ഇടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് മാത്രം വെടിവെക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ട്രിഗർ ചെയ്യുന്ന സമയത്ത് കൈ വിറയ്ക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഈ പൊക്കലും താക്കലും എന്നൊക്കെ നിങ്ങൾ പറയുന്നതിനെ ഞാൻ ശരിവെക്കുകയാണ്. കാരണം നന്നായി കളിക്കുന്നവരെ, കണ്ടന്റ് ഉണ്ടാക്കുന്നവരെ എന്നും പൊക്കി പറയും, എന്നും നല്ലതെന്ന് പറയും. തമ്പനയിലും ടൈറ്റിലും പൊള്ളിച്ചടിക്കുന്നവരെ എഴുതും. റിനോഷ് അവിടെ ഒരു കുന്തവും ചെയ്യാത്തത് കൊണ്ടാണ്. അയാൾ കണ്ടന്റ് ഉണ്ടാക്കിയാൽ അയാളുടെ കണ്ടന്റുകളും നിങ്ങൾക്ക് വീഡിയോകളിൽ കാണാൻ സാധിക്കും.